ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 2-ാം തീയതിയാണ്. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ 1-ാം ഘട്ട പരീക്ഷ ഇന്ന് നടന്നിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളും പോർക്കളം എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്ട് പരീക്ഷയ്ക്ക് ഉണ്ടായി എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനിയും പരീക്ഷകളാണ് വരാൻ പോകുന്നത് അല്ലേ? 2-ാം ഘട്ടവും 3-ാം ഘട്ടവും അതുപോലെ നമ്മുടെ 10th ലെവലിന്റെ പരീക്ഷകളും ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ സെഷനിലേക്ക് പോയാലോ? ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2026 ഏപ്രിലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ് റദ്ദാക്കിയ പേയ്മെന്റ് ബാങ്ക് ഏതാണ്? എന്താണ്? 2026 ഏപ്രിലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ് റദ്ദാക്കിയ പേയ്മെന്റ് ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ എയർടെൽ പേയ്മെന്റ് ബാങ്ക്, ഓപ്ഷൻ ബി പേടിഎം പേയ്മെന്റ് ബാങ്ക്, ഓപ്ഷൻ സി ജിയോ പേയ്മെന്റ് ബാങ്ക്, ഓപ്ഷൻ ഡി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. ഏതാണ് RBI റദ്ദാക്കിയത്? RBI ലൈസൻസ് റദ്ദാക്കിയത് ഏതാണ്? അവരുമായിട്ടുള്ള ഇഷ്യൂസ് വളരെ എന്താണ് നല്ല രീതിയിൽ തന്നെ RBIയും ഈ ബാങ്കുമായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലേ? ഏതാണത് അറിയാമോ? ഓപ്ഷൻ ബി ആണ് പേടിഎം പേയ്മെന്റ് ബാങ്ക് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ഓർത്ത് വെക്കുക, പേടിഎം പേയ്മെന്റ് ബാങ്ക്. അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്ന രാജ്യം ഏതാണ്? ഇതാണ് ചോദ്യം. എന്താണ്? ലോകത്തിലെ ആദ്യ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ നോർവേ, ഓപ്ഷൻ ബി സ്വീഡൻ, ഓപ്ഷൻ സി ഫിൻലാൻഡ്, ഓപ്ഷൻ ഡി ഡെൻമാർക്ക്. എവിടെയാണ് ലോകത്തിലെ ആദ്യ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? എന്താണ് അതിന്റെ ആൻസർ? ഫിൻലാൻഡ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ഫിൻലാൻഡ്, ഓർത്ത് വെക്കുക, ഫിൻലാൻഡ്. എങ്കിൽ അടുത്ത ചോദ്യം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ഭരാസിംഘ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. എന്താണ്? കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ഭരാസിംഘ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ഉത്തർപ്രദേശ്. ഓർത്ത് വെക്കുക, ഉത്തർപ്രദേശ്. ഇനി അടുത്ത ചോദ്യം. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡൽ ഏതാണ്? എന്താണ്? അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡൽ ഏതാണ്? ഓപ്ഷൻ എ ഓപ്പൺ AI, ഓപ്ഷൻ ബി കോഡ് മിത്തോസ്, ഓപ്ഷൻ സി സൈബർ സെന്റ്, ഓപ്ഷൻ ഡി ടെക് ഗാർഡ്. ഏതാണ്? സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡൽ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് കോഡ് മിത്തോസ്. എന്താണ്? കോഡ് മിത്തോസ് കേട്ടോ. ആൻസേഴ്സ് ഒക്കെ എല്ലാവർക്കും അറിയാലോ. കോഡ് മിത്തോസ് ഓർത്ത് വെക്കുക. ഇനി അടുത്തത്. ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ CEO ആയി ചുമതലയേറ്റ വ്യക്തി ആര്? ഇതാണ് ചോദ്യം. എന്താണ്? ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ CEO ആയി ചുമതലയേറ്റ വ്യക്തി ആര്? ഓപ്ഷൻ എ ഇ ശ്രീധരൻ, ഓപ്ഷൻ ബി സഞ്ജയ് ജമുവാർ, ഓപ്ഷൻ സി മംഗു സിംഗ്, ഓപ്ഷൻ ഡി വികാസ് കുമാർ. ഏതാണ്? ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ CEO ആയി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? എന്താണ് പേര്? സഞ്ജയ് ജമുവാർ. ഓർത്ത് വെക്കുക, സഞ്ജയ് ജമുവാർ. അടുത്ത ചോദ്യം. സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ മികച്ച വനിതാ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ടെന്നീസ് താരം ആരാണിത്? എന്താണ്? സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ മികച്ച വനിതാ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ടെന്നീസ് താരം ആര്? ഓപ്ഷൻ എ ഈഗ സ്വിറ്റെക്, ഓപ്ഷൻ ബി ആര്യന സബലേങ്ക, ഓപ്ഷൻ സി കൊക്കോ ഗോഫ്, ഓപ്ഷൻ ഡി നവോമി ഒസാക്ക. ആരാണ്? ആര്യാന സബലേങ്ക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇതിന്റെ പുരുഷ വിഭാഗത്തിൽ ആരാണ്? കാർലോസ്
അൽഖാരസ് അല്ലേ, കാർലോസ് അൽഖാരസ്. അടുത്തത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് ആര്? ഇതാണ് ചോദ്യം. എന്താണ്? പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് ആര്? ഓപ്ഷൻ എ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര, ഓപ്ഷൻ ബി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി, ഓപ്ഷൻ സി ജസ്റ്റിസ് ഹിമ കോഹ്ലി, ഓപ്ഷൻ ഡി ജസ്റ്റിസ് BV നാഗരത്ന. ആരാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതയായത്? ആരാണ്? ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ഓർത്തു വെക്കുക കേട്ടോ, ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. അടുത്തത് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം പ്രതിരോധ ചെലവുകൾക്ക് പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എന്താണ് ചോദ്യം? സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ SIPRI പുതിയ റിപ്പോർട്ട് പ്രകാരം പ്രതിരോധ ചെലവുകൾക്ക് പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം? എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 5ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് കേട്ടോ. അതിൽ 1ാം സ്ഥാനം ഏതാണ്? US ആണ്, 2 ചൈന, 3 റഷ്യ, 4 ഏതാണ്? ജർമ്മനി, 5 ഇന്ത്യ. എങ്കിൽ അടുത്ത ചോദ്യം ഓക്കെ. അടുത്തത് ആപ്പിളിന്റെ പുതിയ CEO ആയി നിയമിതനായത് ആര്? എന്താണ്? ആപ്പിളിന്റെ പുതിയ CEO ആയി നിയമിതനായത് ആര്? ഓപ്ഷൻ എ ടിം കുക്ക്, ഓപ്ഷൻ ബി ജോൺ ടെർണസ്, ഓപ്ഷൻ സി സത്യ നാഥല്ലേ, ഓപ്ഷൻ ഡി സുന്ദർ പിച്ചെ. ആരാണ് ആപ്പിളിന്റെ പുതിയ CEO ആയി നിയമിതനായത്? ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ജോൺ ടെർണസ്. എന്താണ്? ജോൺ ടെർണസ്. ഓർത്തു വെക്ക, ആപ്പിളിന്റെ പുതിയ CEO ആരാണ്? ജോൺ ടെർണസ്. എങ്കിൽ അടുത്ത ചോദ്യം, ഏപ്രിൽ 27 അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ ആരാ? എന്താണ്? ഏപ്രിൽ 27 അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ ആര്? ഓപ്ഷൻ എ പബ്ലോ ബർത്തലോമിയോ, ഓപ്ഷൻ ബി രഘുറായ്, ഓപ്ഷൻ സി ഹോമായി വ്യാരവാല, ഓപ്ഷൻ ഡി ദയാനിത സിംഗ്. ആരാണ് ഏപ്രിൽ 27 അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ? ആരാണ്? രഘുറായ് അല്ലേ. ഓപ്ഷൻ ബി രഘുറായ്. ഓർത്തു വെക്ക, രഘുറായ്. എങ്കിൽ അടുത്ത ചോദ്യം, 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? എന്താണ്? 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഓപ്ഷൻ എ ജോഹന്നാസ്ബർഗ്, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ആഡിസ് അബാബ. എവിടെയാണ് 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഓപ്ഷൻ സി ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ. ഓർത്തു വെച്ചോ, ന്യൂഡൽഹി. എങ്കിൽ അടുത്ത ചോദ്യം, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസിന്റെ അതായത് നാസ്കോം ചെയർമാനായി നിയമിതനായത് ആര്? എന്താണ്? നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസിന്റെ ചെയർമാനായി നിയമിതനായത് ആര്? ഓപ്ഷൻ എ രാജേഷ് നമ്പ്യാർ, ഓപ്ഷൻ ബി ശ്രീകാന്ത് വെലമങ്ങണ്ണി, ഓപ്ഷൻ സി CP ഗുർനാനി, ഓപ്ഷൻ ഡി റിഷാദ് പ്രേംജി. എന്താണ്? നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ശ്രീകാന്ത് വെലമഗണ്ണി അല്ലേ, ശ്രീകാന്ത് വെലമഗണ്ണി. ഓർത്തു വെക്കുക, ശ്രീകാന്ത്. അടുത്ത ചോദ്യം, 5ാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് ആര്? എന്താണ്? 5ാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ എ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി കൈലാഷ് സത്യാർത്ഥി, ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ഡി ആശ ഭോസ്ലെ. ആരാണ്? ഓപ്ഷൻ ബി കൈലാസ് സത്യാർത്ഥി. എന്താണ്? കൈലാസ് സത്യാർത്ഥി. ഓർത്തു വെക്ക, 5ാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. ഓർത്തു വെക്ക കേട്ടോ. അടുത്തത്, CV ആനന്ദബോസ് രാജിവെച്ചതിനെ തുടർന്ന് പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിതനായത് ആര്? എന്താണ് ചോദ്യം? CV ആനന്ദബോസ് രാജിവെച്ചതിനെ തുടർന്ന്
പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിതനായത് ആര്? ഓപ്ഷൻ എ ആനന്ദി ബെൻ പട്ടേൽ, ഓപ്ഷൻ ബി RN രവി, ഓപ്ഷൻ സി തവാർ ചന്ദ് ഗെലോട്ട്, ഓപ്ഷൻ ഡി കൽരാജ് മിശ്ര. ആരാണ്? CV ആനന്ദബോസ് രാജിവെച്ചതിനെ തുടർന്ന് ഇപ്പോഴത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ ആരാണ്? അറിയുന്നവർ കമന്റ് ചെയ്തേ. ആനന്ദി ബെൻ പട്ടേൽ ആണോ, RN രവിയാണോ, തവാർ ചന്ദ് ഗെലോട്ട് ആണോ, അല്ലെങ്കിൽ കൽരാജ് മിശ്രയാണോ? ആരാണ്? RN രവി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എന്താണ്? RN രവി കേട്ടോ, RN രവി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ്? കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ പയ്യന്നൂർ, ഓപ്ഷൻ ബി വടകര, ഓപ്ഷൻ സി ചങ്ങനാശ്ശേരി, ഓപ്ഷൻ ഡി മൂവാറ്റുപുഴ. എവിടെയാണ് കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത്? എവിടെയാണ്? 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 വടകരയിലാണ് അല്ലെ? ഓപ്ഷൻ ബി വടകര. ഓർത്തു വെക്ക, വടകര, കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ. അടുത്തത്, സാക്ഷരതാ മിഷൻ ഡയറക്ടർ പദവിയിൽ കാലാവധി നീട്ടിക്കിട്ടിയ വ്യക്തി ആര്? എന്താണ്? സാക്ഷരതാ മിഷൻ ഡയറക്ടർ പദവിയിൽ കാലാവധി നീട്ടിക്കെട്ടിയ വ്യക്തി ആര്? ഓപ്ഷൻ എ AG ഒലീന, ഓപ്ഷൻ ബി KC ശീതൾ, ഓപ്ഷൻ സി വി പ്രകാശ്, ഓപ്ഷൻ ഡി PS ശ്രീകല. ആരാണ്? സാക്ഷരതാ മിഷൻ ഡയറക്ടർ പദവിയിൽ കാലാവധി നീട്ടിക്കിട്ടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ. എന്താണ് പേര്? AG ഒലീന. എന്താണ്? AG ഒലീന. അടുത്ത ചോദ്യം, കേരള ജിനോം ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? എന്താണ്? കേരള ജീനോം ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കോട്ടയം. ഏതാണ്? എല്ലാവർക്കും അറിയാം, എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ? തിരുവനന്തപുരം. ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓർത്തു വെക്ക. അടുത്ത ചോദ്യം, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2026 മാർച്ചിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? എന്താണ് ചോദ്യം? പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2026 മാർച്ചിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഏത്? ഓപ്ഷൻ എ വിയറ്റ്നാം, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ, ഓപ്ഷൻ സി ഫിലിപ്പീൻസ്, ഓപ്ഷൻ ഡി തായ്ലാന്റ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? എന്താണ്? ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസ് ആണ്. ഓർത്ത് വെക്ക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2026 മാർച്ചിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യമാണ് ഏത്? ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസ്. അടുത്ത ചോദ്യം, 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസിന് അർഹനായത് ആര്? എന്താണ് ചോദ്യം? 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസിന് അർഹനായത് ആര്? ഓപ്ഷൻ എ രാജേന്ദ്ര സിംഗ്, ഓപ്ഷൻ ബി അശോക് ഗാഡ്ഗിൽ, ഓപ്ഷൻ സി കവേ മഥാനി, ഓപ്ഷൻ ഡി ജാക്കി കിങ്. ആരാണ് 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസിന് അർഹനായത്? ആരാണ്? ഓപ്ഷൻ സി ആണ് കവേ മഥാനി. എന്താണ്? കവേ മഥാനി. എങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം നിലവിൽ വന്ന നാഷണൽ ഡെന്റൽ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആര്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം നിലവിൽ വന്ന നാഷണൽ ഡെന്റൽ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആര്? ഓപ്ഷൻ എ ഡോക്ടർ അനിൽകുമാർ, ഓപ്ഷൻ ബി ഡോക്ടർ രാജേഷ് ശർമ്മ, ഓപ്ഷൻ സി ഡോക്ടർ സഞ്ജയ് തിവാരി, ഓപ്ഷൻ ഡി ഡോക്ടർ പ്രശാന്ത് മേനോൻ. ആരാണ്? ആരാണ് നമ്മുടെ നാഷണൽ ഡെന്റൽ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ? ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ സഞ്ജയ് തിവാരി. എന്താണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഡോക്ടർ സഞ്ജയ് തിവാരി. അടുത്ത ചോദ്യം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിന്റെ 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് GTI പ്രകാരം തീവ്രവാദ ബാധിത രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിന്റെ 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് അഥവാ GTI പ്രകാരം തീവ്രവാദ ബാധിത രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഓപ്ഷൻ എ അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ ബി സിറിയ,
ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി സൊമാലിയ. ഏതാണ് നിസംശയം പറയാം, ഏതാണ്? ഓപ്ഷൻ സി പാകിസ്ഥാൻ അല്ലെ, പാകിസ്ഥാൻ ആണ്, ഓർത്തു വെക്കുക, പാകിസ്ഥാൻ. അടുത്തത്, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയി നിയമിതനായത് ആര്? എന്താണ്? കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് ആര്? ഓപ്ഷൻ എ ഷറഫ് അലി, ഓപ്ഷൻ ബി മേഴ്സിക്കുട്ടൻ, ഓപ്ഷൻ സി VP സാനു, ഓപ്ഷൻ ഡി TP ദാസൻ. ആരാണ് നമ്മുടെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത്? ആരാണ്? ഓപ്ഷൻ സി ആണ് VP സാനു. എന്താണ്? VP സാനു. എങ്കിൽ അടുത്ത ചോദ്യം, 2026 മാർച്ചിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ CEO സ്ഥാനത്ത് നിന്നും രാജിവെച്ചത് ആര്? എന്താണ്? 2026 മാർച്ചിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ CEO സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് ആരാണ്? ഓപ്ഷൻ എ രാഹുൽ ഭാട്ടിയ, ഓപ്ഷൻ ബി റോണോ ജോയ് ദത്ത, ഓപ്ഷൻ സി പീറ്റർ എൽബേഴ്സ്, ഓപ്ഷൻ ഡി വെങ്കിട്ടരമണി സുമന്ത്രൻ. ആരാണ് 2026 മാർച്ചിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ CEO സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്? ആരാണ്? ഓപ്ഷൻ സി ആണ്. എന്താണ് പേര്? പീറ്റർ എൽബേഴ്സ്. എന്താണ്? പീറ്റർ എൽബേഴ്സ്. എങ്കിൽ അടുത്ത ചോദ്യം, 2026 മാർച്ച് 11 ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം ഏത്? എന്താണ്? 2026 മാർച്ച് 11 ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം ഏതാണ്? ഓപ്ഷൻ എ പാർക്കർ സോളാർ പ്രോബ്, ഓപ്ഷൻ ബി കാസിനി, ഓപ്ഷൻ സി വാൻ അലൻ പ്രോബ് എ, ഓപ്ഷൻ ഡി വോയേജർ 1. ഏതാണ് 2026 മാർച്ച് 11 ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം? ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? എന്താണ് പേര്? വാൻ അലൻ പ്രോബ് എ. എന്താണ്? വാൻ അലൻ പ്രോബ് എ. അടുത്ത ചോദ്യം, നീതി ആയോഗ് പുറത്തുവിട്ട 2023-24 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് ഏത് സംസ്ഥാനമാണ്? എന്താണ് ചോദ്യം? നീതി ആയോഗ് പുറത്തുവിട്ട 2023-24 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഏതാണ്? ഓപ്ഷൻ സി ഒഡീഷ അല്ലെ, ഒഡീഷയാണ്, ഓർത്തു വെക്കുക, ഒഡീഷ. അടുത്ത ചോദ്യം, ഗ്രാമപ്രദേശങ്ങളിലെ 20 ലക്ഷം വീടുകളിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പ്രോജക്ട് ഗംഗ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ 20 ലക്ഷം വീടുകളിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പ്രോജക്ട് ഗംഗ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഏതാണ്? ഓപ്ഷൻ സി ഉത്തർപ്രദേശ് അല്ലെ. അടുത്ത ചോദ്യം, UK-യിലെ പുതിയ ഇന്ത്യൻ ഹൈ കമ്മീഷണറായി നിയമിതനായത് ആരാണ്? എന്താണ്? UK-യിലെ പുതിയ ഇന്ത്യൻ ഹൈ കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ എ വിക്രം ദുരൈസ്വാമി, ഓപ്ഷൻ ബി ഗായത്രി ഇസർ കുമാർ, ഓപ്ഷൻ സി പെരിയസ്വാമി കുമാരൻ, ഓപ്ഷൻ ഡി നവദീപ് സൂരി. ആരാണ് UK-യിലെ പുതിയ ഇന്ത്യൻ ഹൈ കമ്മീഷണറായി നിയമിതനായത്? ആരാണ്? ഓപ്ഷൻ സി. എന്താണ്? പെരിയസ്വാമി കുമാരൻ അല്ലെ, പെരിയസ്വാമി കുമാരൻ. അടുത്ത ചോദ്യം, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? എന്താണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ എ ഹൻസരാജ് ഗംഗാറാം അഹിർ, ഓപ്ഷൻ ബി രേഖ ശർമ്മ, ഓപ്ഷൻ സി സാധ്വി നിരഞ്ജൻ ജ്യോതി, ഓപ്ഷൻ ഡി ഭഗവാൻ ലാൽ സാനി. ആരാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത്? ആരാണ്? ഓപ്ഷൻ സി ആണ്. എന്താണ് പേര്? സാധ്വി നിരഞ്ജൻ ജ്യോതി അല്ലെ, സാധ്വി നിരഞ്ജൻ ജ്യോതി. ഓക്കെ, അടുത്ത ചോദ്യം, 2025 US-ൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാ കൃതികൾക്കായുള്ള നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് അർഹമായത് ഏത് കൃതിയാണ്? എന്താണ്? 2025 US-ൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാ കൃതികൾക്കായുള്ള നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് അർഹമായത് ഏത് കൃതിയാണ്? ഓപ്ഷൻ എ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ഓപ്ഷൻ ബി ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ, ഓപ്ഷൻ സി മദർ മേരി കംസ് ടു മീ,
ഓപ്ഷൻ ഡി ദി ആൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ്. ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് മദർ മേരി കംസ് ടു മീ. എന്താണ്? മദർ മേരി കംസ് ടു മീ. അടുത്ത ചോദ്യം, 2026 വേൾഡ് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ആരാണ്? എന്താണ്? 2026 വേൾഡ് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ സ്തുതി മിശ്ര, ഓപ്ഷൻ ബി അൻവിത റെഡ്ഡി, ഓപ്ഷൻ സി സ്തുതി പ്രധാൻ, ഓപ്ഷൻ ഡി പ്രിയ ശർമ്മ. ഇതാണ് 2026 വേൾഡ് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി സ്തുതി പ്രധാൻ. എന്താണ്? സ്തുതി പ്രധാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ്? അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. മിനിറ്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെ ഉണ്ട്. എന്താണ്? നമ്മൾ 799 രൂപയ്ക്ക് കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, അതുപോലെ നമ്മുടെ VFയുടെ ക്രാഷ് ബാച്ച് ഏപ്രിൽ 30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സെഷൻസും നമ്മൾ കവറപ്പ് ചെയ്യുന്നതായിരിക്കും. ആർക്കും ഒരു ഡൗട്ടും വേണ്ട. ഇതിൻ്റെ ലൈവ് സെഷൻസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ PDF നോട്ട്സും കൂടാതെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അപ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഓരോ സെഷൻ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ് ഔട്ട് ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കാരണം എന്താണ്? ഇനി നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ മാസങ്ങളിലും നമ്മൾ ഏതെങ്കിലും ഒരു എക്സാംസ് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ PSC, അതായത് ഒരു ഗവൺമെന്റ് ജോബ് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ കോഴ്സിനെ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കാം. നമ്മളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതെല്ലാ കാര്യത്തിനും നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. മിനിറ്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. കൂടാതെ എന്താണ്? സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആപ്പിലും അതേപോലെ നമ്മുടെ ചാനൽ നമ്മളും സ്വാഗതം ചെയ്യണം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മിനിറ്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെയുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.